നമസ്കാരം, ദ പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ ബീഹാറിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനം വരുന്ന ദിവസമായിരുന്നു ഇന്നലെ. അതിൻ്റെ വാർത്തകളാണ് പ്രധാനമായും പത്രങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളായി നിരവധിയായിട്ടുള്ള പേജുകളിൽ ആ വാർത്തകളും അതിൻ്റെ അനുബന്ധ വാർത്തകളും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാതൃഭൂമി ദിനപത്രം അതിൻ്റെ തലക്കെട്ട് വാർത്തയായി ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് നിധിഹാസം എന്നുള്ളതാണ്. ചന്ദ്രഹാസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിതീഷ് കുമാറുമായി ബന്ധപ്പെടുത്തി ആ തലക്കെട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ബീഹാറിൽ NDAയുടെ തേരോട്ടം, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റ്സായി ആ വാർത്തയ്ക്ക് നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കണക്കുകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് NDA 202 സീറ്റുകൾ നേടിയിട്ടുണ്ട്. മഹാസഖ്യം 34 സീറ്റ് മാത്രമാണ് നേടിയിരിക്കുന്നത്. അതിൽ NDA BJP 89 സീറ്റും JDU 85 സീറ്റും നേടിയിട്ടുണ്ട്. മഹാസഖ്യത്തിൽ RJD 25 സീറ്റും കോൺഗ്രസ് 6 സീറ്റുമാണ് നേടിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റാണ് എന്നുള്ളതും അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 122 വേണ്ടിയിടത്താണ് NDA 202 സീറ്റുകൾ നേടി അവിടെ മഹാവിജയം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി BJP JDU നേതൃത്വത്തിലുള്ള NDA 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകൾ നേടി സഖ്യം വൻ വിജയം നേടിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റാണ് എന്നുള്ളതും പറയുന്നു. 5ാമത് NDA സർക്കാരാണ് ബീഹാറിൽ അധികാരത്തിലെത്തുന്നത്. JDU നേതാവായ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാവുക. RJDയും കോൺഗ്രസും ഇടത് പാർട്ടികളും അടങ്ങുന്ന മഹാസഖ്യം തകർന്നടിഞ്ഞു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നുള്ള വിജയമാണ് NDA നേടിയിട്ടുള്ളത്. നിതീഷ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഈ മാസം 18 തന്നെ നടക്കും. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നാണ് സൂചന. അത്രയും കാര്യങ്ങൾ അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നു. മഹാസഖ്യത്തിന് വൻ പതനം, 2 അക്കം തികയ്ക്കാതെ കോൺഗ്രസ് എന്നുള്ള തലക്കെട്ടിലും ഒരു വിവരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന RJDക്ക് വൻ തകർച്ചയാണ് ഉണ്ടായത്. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള ചലനമുണ്ടാക്കിയില്ല. പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന മറ്റു പാർട്ടികളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടു. മുൻ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് നേടിയ പാർട്ടി 2 സീറ്റിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി. CPIക്കും സീറ്റുകൾ നഷ്ടമായി. കഴിഞ്ഞ തവണ ഇവർക്ക് 2 പേർക്ക് 2 വീത സീറ്റുകൾ ലഭിച്ചിരുന്നു. CPMന് 1 സീറ്റ് വിജയിക്കാനായെങ്കിലും CPIക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ കാകദൃഷ്ടി ഒന്നാമത്തെ പേജിൽ തന്നെ മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തി നൽകിയിട്ടുണ്ട്. പ്രചാരണത്തിന് പോയവർ പരാജയ കാരണം വിശദീകരിക്കണമെന്ന് ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണവുമായി ബന്ധപ്പെടുത്തിയാണ് കാകദൃഷ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിക്ക് എന്ത് പറ്റിയെന്ന് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത്. രമേശ് ചെന്നിത്തലയും M ഹസനും ഇരുന്ന് വാർത്ത വായിക്കുന്ന ഒരു ചിത്രം നൽകിക്കൊണ്ടാണ് അതിൽ ഇങ്ങനെ ഒരു കമൻറ്റ് നൽകിയിരിക്കുന്നത്. ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അതിനെ കോൺഗ്രസ്സായും ഒപ്പം തന്നെ ശശി തരൂരായും വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ ഒരു പ്രത്യേകത. ഉൾപേജിലേക്ക് വന്നാൽ രണ്ടാമത്തെ പേജ് പൂർണ്ണമായും, രണ്ടാമത്തെ പേജ് 3ാമത്തെ പേജും മാതൃഭൂമി പൂർണ്ണമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷാർജ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതിൽ വളരെ കാര്യമായി തന്നെ ഇതിനകത്ത് നൽകിയിരിക്കുന്നു. അക്ഷരങ്ങൾ പെയ്യുമ്പോൾ എന്നുള്ള തലക്കെട്ടിലാണ് ഗൾഫ് ഫീച്ചർ എന്നുള്ള ആ പേജിൽ പുസ്തകമേളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നത്. അതിൽ ET പ്രകാശ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഒപ്പം തന്നെ സന്തോഷ് കുമാറുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖവും അതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് 3ാമത്തെ പേജിലേക്ക് വരികയാണെങ്കിൽ ഷാർജ പുസ്തകോത്സവ മേളയിൽ ഇന്ത്യൻ കൃതികളുടെ പൂക്കാലം എന്നുള്ള തലക്കെട്ടിൽ വാർത്തയുണ്ട്. ഒപ്പം തന്നെ EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും പുസ്തകമേളയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആണ് ആ പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം ജീവിതത്തെ അവലോകനം ചെയ്യുന്ന ജ്ഞാനഭാരം എന്ന സന്തോഷ് കുമാറിൻ്റെ ഒരു ലേഖനം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന ദിവസം കൂടിയാണ്. ഇനി ഒരു ദിവസം, ഇന്ന് നാളെയും കൂടി മാത്രമേ മേള ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നു. ഒപ്പം ഈ പുസ്തക പ്രകാശന വേദികളും ആ നിലയ്ക്ക് തന്നെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും മാതൃഭൂമി അതിൽ നൽകുന്നുണ്ട്. മറ്റൊരു വാർത്ത ഈ പേജിൽ നൽകിയിരിക്കുന്നത് ദുബായിൽ ഒരു മാസത്തിനുള്ളിൽ 17,669 പുതിയ താമസക്കാർ എന്നുള്ള തലക്കെട്ടിലാണ് ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. മൊത്തം ജനസംഖ്യ
40,44,273 എന്നുള്ള വിവരം അതിൽ നൽകിയിട്ടുണ്ട്. എമിറേറ്റ്സിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം പുതിയ താമസക്കാരുടെ എണ്ണം 17,699 ഇതോടെ ദുബായിലെ ജനസംഖ്യ 40,44,273 ഉയർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 13 അതിൽ കുറവായിരുന്നു ജനസംഖ്യ ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാർത്തയാണ്. ഒപ്പം അതിവേഗം ദുബായിൽ 101 ബൈക്കുകൾ പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. മണിക്കൂർ 100 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ഓടിയതിനാണ് ഈ 101 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് 130 ഗതാഗത പിഴകളും ചുമത്തിയതായി പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായി തന്നെ നൽകിയിരുന്നു. ഉൾപേജുകളിലേക്ക് വന്നാൽ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട് BJP നേതാവ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി 4-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. 2020 കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. 12 വയസ്സ് താഴെയുള്ള കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. അതിനെ തുടർന്നാണ് കേസ് ഉണ്ടായത്. അതിൽ ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിധി പ്രസ്താവം അടുത്തു തന്നെ വളരെ വേഗം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ഈ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഉമർ നബി ക്ലാസ്സിൽ താലിബാൻ മാതൃക നടപ്പാക്കി എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ അന്തസത്ത. ഡൽഹിയിൽ കാർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുമായി ഫരീദാബാദിലെ വിദ്യാർത്ഥികൾ തന്നെ രംഗത്ത് വരുന്നു. അധ്യാപകനായിരുന്ന ഉമർ നബിയെ അന്തർമുഖനായിരുന്നുവെന്നും ക്ലാസ്സിൽ താലിബാൻ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നും വിദ്യാർത്ഥികൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുമായിരുന്നു. ഉമർ നബി ക്ലാസ്സിലെത്തിയാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അകറ്റിയിരുത്തുമായിരുന്നു. ക്യാമ്പസിലെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഉമർ നബിയുടെ താമസം. ക്ലാസ്സിലെ പ്രഭാഷണങ്ങളിൽ താലിബാനെ പുകഴ്ത്തി പറയുമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. മികച്ച അധ്യാപകനായിരുന്നില്ലെന്നും ക്ലാസ്സുകൾ കൃത്യമായി നൽകിയിരുന്നില്ലെന്നും അവർക്ക് അഭിപ്രായമുണ്ട്. അതേസമയം അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് നല്ല അധ്യാപികയായിരുന്നുവെന്ന് വിദ്യാർത്ഥികളിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേട്ടറ്റ് കേന്ദ്ര നിയമഭേദഗതിക്കില്ല, അധ്യാപക സ്ഥാനക്കയറ്റവും മുടങ്ങും എന്നുള്ള ഒരു വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പ്രത്യേക പരീക്ഷ ഫെബ്രുവരിയിൽ എന്നുള്ളത് അതിൻ്റെ സബ്ഹെഡായി നൽകിയിരിക്കുന്ന വാർത്തയാണ്. വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. കേട്ടറ്റ് പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചെങ്കിലും പരിഹാരം നീണ്ടാൽ ഈ അധ്യയന വർഷം സ്കൂൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം പ്രതിസന്ധിയിലാകും. ഒരു യോഗ്യതാ പരീക്ഷ ഒഴിവാക്കുന്നതിന് വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കുന്നതിനാൽ കേറ്ററ്റിൽ ഇളവ് അനുവദിച്ച് നിയമനിർമ്മാണം പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു പകരം സുപ്രീം കോടതിയിലെ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്നാണ് വാദം. ഈ സാഹചര്യത്തിൽ അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണത്തിന് കോടതിയുടെ തീർപ്പ് മാത്രമാണ് ഇനിയുള്ള വഴിയെന്ന് ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. കുരുക്കായത് മുൻകാല പ്രാബല്യം എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാണ് ടെറ്റ് അധ്യാപക യോഗ്യതയായി നിശ്ചയിച്ചത്. പുതിയൊരു നിയമം വരുമ്പോൾ അത് പാസ്സായത് മുതലുള്ള കാലയളവാണ് പരിഗണിക്കുക. എന്നാൽ RTIക്ക് മുമ്പ് ജോലി നേടിയവരും ടെറ്റ് നേടണമെന്ന മുൻകൂർ പ്രാബല്യമാണ് ഇപ്പോൾ കുരുക്കായിരിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. അരൂർ തുറവൂർ ഉയരപ്പാതയിലെ സുരക്ഷാ പ്രശ്നം യോഗം തിങ്കളാഴ്ച ചേരും എന്നുള്ളതാണ് ഒരു വാർത്തയെ നൽകിയിരിക്കുന്നത്. അതിൽ നിർത്തിവെച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനം, അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച യോഗത്തിലാണ് എല്ലാവരുടെ ഒരു പ്രതീക്ഷ. SIR BLOമാർക്ക് ദുരിതപർവം എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. 1000-ന് മുകളിൽ ഫോമുകൾ വിതരണം ചെയ്യണമെന്നാണ് BLOമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ഒരു ദുരിതത്തിന് കാരണം. വീട്ടു നമ്പർ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. കമ്മീഷൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഈ ഒരു പ്രതികരണത്തിൽ വെക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ്. പിറന്നു വീണ ബോട്ട് വെങ്കടേഷിന് ഇനി പോറ്റമ്മ എന്നുള്ള തലക്കെട്ടിൽ ആലപ്പുഴയിൽ നിന്നൊരു വാർത്തയുണ്ട്. അത് ജലഗതാഗത വകുപ്പിൻ്റെ A47 ബോട്ട് ജീവനക്കാരനായ വെള്ളിയാഴ്ച
കാലെടുത്ത് വെച്ചപ്പോൾ പെരുമ്പളം ദ്വീപുകാരനായ വെങ്കിടേഷ് ബാബുവിൻ്റെ ഓർമ്മകൾ 29 വർഷം പിന്നോട്ട് പറന്നു. അന്നൊരു രാത്രി താൻ പിറന്നു വീണ അതേ ബോട്ടിൽ ഇന്ന് ജീവനക്കാരൻ. അന്ന് പാണാവള്ളി പൂത്തോട്ട റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബോട്ട് ഇന്ന് നെടുമുടി ആലപ്പുഴ സൂപ്പർ എക്സ്പ്രസ് ആണ്. ബോട്ടിൽ ആസ്കർ തസ്കിയിൽ PUC നിയമനം കിട്ടി വെങ്കിടേഷ് വെള്ളിയാഴ്ച രാവിലെ നെടുമുടി സ്റ്റേഷൻ മാസ്റ്റർ ഓഫ് മനാഫ് ഖാദറിന് മുന്നിൽ ഒപ്പിട്ടു. ശേഷം മുതിർന്ന ലാസ്കർ ബൈജുവിന് ദക്ഷിണ നൽകി ഇനി പോറ്റമ്മയാകേണ്ട ബോട്ടിൽ പ്രവേശിച്ചു. സാക്ഷികളായി മാതാപിതാക്കളും സഹോദരനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ കാണിക്കുന്നത്. 29 വർഷം മുമ്പ് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ ജനിച്ചു വീണ യുവാവ് വെള്ളിയാഴ്ച മുതൽ അതേ ബോട്ടിലെ ജീവനക്കാരനായി പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ. അതിൽ വെങ്കിടേഷിൻ്റെ ചിത്രവും വെങ്കിടേഷ് ആ ബോട്ടിൽ നിൽക്കുന്ന ചിത്രവും നൽകിക്കൊണ്ടാണ് അമ്മത്തോണിയിൽ എന്നുള്ള ഒരു തലക്കെട്ട് ആ ചിത്രത്തിന് നൽകിയിട്ടുമുണ്ട്. മരങ്ങളുടെ അമ്മയെ വിട എന്നുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക 114 വയസ്സായിരുന്നു. മരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. വൃക്ഷമാത എന്ന് ആണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നിരവധിയായിട്ടുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ആൾ കൂടിയായിരുന്നു. 2019 ഈ മഹത്തായ സേവനത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. കൂത്താട്ടുകുളത്തു നിന്നുള്ളൊരു വാർത്തയാണ്. വീട്ടിൽ നിന്നും പുറത്താക്കി 6ാം ക്ലാസ്സുകാരൻ അന്തി ഉറങ്ങിയത് ഷെഡിൽ എന്നുള്ളതാണ് ആ വാർത്ത. അച്ഛനും അമ്മയും തമ്മിൽ ഉള്ള തർക്കവും മുത്തശ്ശിയുടെ കടുംപിടുത്തവും കാരണം വീട്ടിൽ നിന്നും പുറത്തായ 6 വയസ്സുകാരൻ ഏറെ നാളായി അമ്മയ്ക്കൊപ്പം കഴിഞ്ഞത് കാട് പിടിച്ച സ്ഥലത്തെ തകർന്ന തുറസായ ഷെഡിലാണ്. സ്കൂളിലെ കൗൺസിലിങ്ങിനിടെ കുട്ടിയുടെ കഥയറിഞ്ഞതോടെ പോലീസും ചൈൽഡ് ലൈൻ പ്രവർത്തകരും എത്തി ഒടുവിൽ വീട്ടിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. തിരുമാറാടി പഞ്ചായത്തിലെ പൊതുവിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിൽ ജ്യൂസ് കുപ്പികൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു കുട്ടി ക്ലാസ്സിൽ പതിവായി ജ്യൂസുമായി എത്തുന്നത് മനസ്സിലായത്. കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ലെന്നും അമ്മ ദിവസേന നൽകുന്ന 20 രൂപ കൊണ്ട് ജ്യൂസ് വാങ്ങി കഴിക്കുകയായിരുന്നുവെന്നും കുട്ടി പറഞ്ഞു. കൂത്താട്ടുകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായ അമ്മയെ സ്കൂൾ അധികൃതർ വിളിപ്പിച്ചു വരുത്തി. അമ്മയും അച്ഛനും തമ്മിൽ തർക്കമുണ്ടെന്നും മുത്തശ്ശി, അതായത് അച്ഛൻ്റെ അമ്മ, നാളുകളായി കുട്ടിയെ വീട്ടിൽ കയറാൻ അനുവദിക്കുന്നില്ല എന്നും വ്യക്തമാവുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം കുട്ടിക്ക് കൊടുക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തതിനാലാണ് അമ്മ 20 രൂപ നൽകുന്നതെന്നും വ്യക്തമാക്കി. എന്തൊരു കഷ്ടം പിടിച്ച വാർത്തയാണ് എന്നുള്ളതാണ്. ഏതായാലും പോലീസും ചൈൽഡ് ലൈനും ഒക്കെ ഇടപെട്ട് അതിൽ ഒരു പരിഹാരം, ആ കുഞ്ഞിനെ വീട്ടിൽ തിരിച്ചു കയറ്റാനുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എഡിറ്റോറിയലായി എടുത്തിരിക്കുന്നത്. ബീഹാർ ഫലം വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് അതിന് തലക്കെട്ട്. ദീർഘകാല മുഖ്യമന്ത്രി ആയാൽ ഉണ്ടാകുന്ന എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങളെയും കൃത്യമായ ആസൂത്രണത്തോടെ ഭൂരിപക്ഷം നേടി അടുത്ത 5 വർഷത്തേക്ക് കൂടി ജനവിധി നേടിയിരിക്കുകയാണ് നിതീഷ് കുമാറും BJPയും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അതിൽ ആ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച, ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ അതിനെ ഭരണാനുകൂല വികാരമാക്കി മാറ്റാൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൽ കൃത്യമായി ഈ എഡിറ്റോറിയലിൽ കൃത്യമായി മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബിഗ് JP എന്നുള്ളതാണ് അതിൽ നൽകിയിരിക്കുന്ന ഈ സെൻട്രൽ സ്പ്രെഡ് മുഴുവൻ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ബിഗ് JP എന്നുള്ളതാണ്. ഒപ്പം തന്നെ മഹാപതനം എന്ന് ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. NDAയുടെ നിധി എന്നുള്ളതാണ് അതിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. ചിരാഗും ഹീറോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 1ൽ നിന്നും 19 സീറ്റിലേക്കുള്ള വളർച്ച തന്നെ തള്ളിയവർക്കുള്ള ഒരു മറുപടിയാണ് ഈ വിജയമെന്നാണ് ചിരാഗ് പാസ്വാൻ ഈ ജയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് ആത്മപരിശോധന എന്നുള്ളതാണ് മറ്റൊരു തലക്കെട്ടിൽ വാർത്ത നൽകിയിരിക്കുന്നത്. ആത്മവിശ്വാസം വീണ്ടെടുക്കണം എന്ന നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്ന വാർത്തകൾ കൂടിയുണ്ട്. എന്തായാലും SIR തർക്കിച്ച് മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് 7.42 കോടി. വോട്ടെടുത്തപ്പോൾ തികഞ്ഞത് 7.45 കോടി എന്നുള്ളതാണ്. ഏതാണ്ട് 3 ലക്ഷം പേരുടെ
വ്യത്യാസം വന്നിട്ടുണ്ട്. 3 ലക്ഷം അധിക വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശബരിമല തീർത്ഥാടനം സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിനായി ഒരു പോർട്ടൽ രൂപീകരിച്ചിട്ടുണ്ട്. ശബരിമല നട നാളെ തുറക്കാനിരിക്കുകയാണ്. മണ്ഡലകാലത്ത് തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളും നൽകിയിട്ടുണ്ട്. വലിയ വിശദമായി തന്നെ വാർത്തകൾ നൽകിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ശബരിമല വീണ്ടും കേന്ദ്ര ബിന്ദു എന്നുള്ളതാണ് അതിൽ ഒരു തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് അതിൽ നൽകി. നാട്ടങ്കം എന്നുള്ളതാണ് മാതൃഭൂമി അവരുടെ ആ ഒരു പേജിന് നൽകിയിരിക്കുന്ന പേര്. ഹരിതചട്ടം നിർബന്ധമാണ് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ആ വാർത്തയിൽ നൽകിയിരുന്നു. ഒപ്പം തന്നെ FIR സർക്കാർ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി എന്നുള്ളതാണ് വാർത്ത. സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. ഇന്നലെ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു കോടതി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നതിനാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഡിസംബർ 21 വരെ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു സംസ്ഥാനങ്ങളുടെ ഹർജി സുപ്രീം കോടതിയിൽ നിൽക്കുന്നതിനാൽ കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് VG അരുൺ ആണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ഹർജി കേൾക്കുന്നത് അനുചിതമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവിധ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തമിഴ്നാടും ബംഗാളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളവും സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇനി എത്തുക. കേരള കോൺഗ്രസിന് കോട്ടയത്ത് കൂടുതൽ സീറ്റ് എന്നുള്ള ഒരു വാർത്തയുണ്ട്. പൊതുസ്വതന്ത്രനിൽ ആശ്വാസം കണ്ട് CPM. ഘടകകക്ഷിക്ക് കൂടുതൽ സീറ്റ് എടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു. എന്നാൽ ആ തോന്നലുണ്ടാകാനും പാടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന കാര്യത്തിൽ LDF-ൽ ഇങ്ങനെയും ഒരു തന്ത്രമാണ് കോട്ടയത്ത് CPM വരുന്നത്. കൂടുതൽ സീറ്റ് ചോദിച്ച കേരള കോൺഗ്രസ് എമ്മിന് അത് കൊടുത്ത് ഒരു സീറ്റ് പൊതുസ്വതന്ത്രനായി മാറ്റിവെക്കാൻ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പൊതുസ്വതന്ത്രനെ എന്ന ലേബലും ചിഹ്നവുമേ നിർബന്ധമുള്ളൂ. സ്വന്തം പാർട്ടിക്കാരനെ നിർത്താൻ ഘടകകക്ഷികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുമാണ്. ഇനി സ്പോർട്സ് പേജിലേക്ക് വന്നാൽ, സ്പോർട്സ് പേജിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ 5 വിക്കറ്റ് നേട്ടത്തോടു കൂടി സൗത്ത് ആഫ്രിക്കയെ നിലംപരിശാക്കുന്ന ഒരു പ്രകടനമാണ് ബുംറ നടത്തിയത്. അത് ആ വാർത്ത തന്നെയാണ് അതിൽ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ബുംറ രാജ് എന്നുള്ളതാണ്. 5 വിക്കറ്റുമായി ആഞ്ഞടിച്ച് ജസ്പ്രീത് ബുംറ. 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക 159 പുറത്ത്, ഇന്ത്യ 137 എന്നുള്ളതാണ് വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സൂര്യതാണ്ഡവം എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. വൈഭവ് സൂര്യവംശിയാണ് അതിൽ ആ വാർത്തയ്ക്ക് കാരണക്കാരനായിരിക്കുന്നത് എന്നുള്ളതാണ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ മത്സരത്തിൽ 42 പന്തിൽ 144 റൺസിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു സൂര്യവംശി നടത്തിയത് എന്നുള്ളതാണ്. അതിൽ റൺസ് 142 ബോളിലാണ് ആ ഒരു റണ്ണ് അടിച്ചെടുത്തത്. 15 സിക്സും 11 ഫോറുമാണ് ഉണ്ടായിരുന്നത്. സ്ട്രൈക്ക് റേറ്റാണ് ഏറ്റവും അത്ഭുതകരം. 342 സ്ട്രൈക്ക് റേറ്റിലാണ് ഈ ഒരു സ്കോറിങ് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറിയാണിത്. ഇന്ത്യ ടീമിന് 148 റൺസിൻ്റെ ജയവും ഇന്നലെ ഉണ്ടായി. 17 പന്തുകളിൽ അടുത്ത സെഞ്ചുറി, 32 പന്തിൽ സെഞ്ചുറി, പിന്നെ നേരിട്ട 10 പന്തിൽ 42 റൺസ്. ദോഹയിൽ കണ്ടത് വൈഭവ് സൂര്യവംശി എന്ന ഇന്ത്യൻ താരത്തിൻ്റെ ബാറ്റിംഗ് താണ്ഡവമായിരുന്നു. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെൻറ്റിൽ UAE
ടീമിനെതിരെ ഇന്ത്യൻ ടീം ഓപ്പണറായി സൂര്യവംശി 42 പന്തിൽ നേടിയത് 144 റൺസ്. സൂര്യവംശിയുടെയും ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയുടെയും 32 പന്തിൽ 83. വെടിക്കെട്ടിൽ ഇന്ത്യ പടുത്തുയർത്തിയത് 4 വിക്കറ്റിന് 297 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് എന്നുള്ളതും ആ വാർത്തയിൽ പറയുന്നു. സഞ്ജു എത്തി എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. 4 കളിക്കാരെ കൂടി ലക്ഷ്യമിട്ട് ചെന്നൈ. സഞ്ജു സാംസൺ ടീമിലെത്തിച്ചതിന് പിന്നാലെ 4 താരങ്ങളെ കൂടി ട്രേഡിങ്ങിൽ ഉൾപ്പെടുത്താൻ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആലോചിക്കുകയാണ്. ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ, സാം കറൺ എന്നിവരെ നൽകാൻ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് അവരുടെ ക്യാപ്റ്റൻ കൂടിയായ മലയാള താരം സഞ്ജു സാംസണെ ടീം സ്വന്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ രാജസ്ഥാൻ 18 കോടി രൂപ നൽകി നിലനിർത്തിയ താരമാണ് സഞ്ജു. അനിശ്ചിതത്തിനൊടുവിലാണ് സഞ്ജു ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ സഞ്ജുവിൻ്റെ റെക്കോർഡുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇന്നിങ്സിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. മത്സരം 172, റൺസ് 4704, ഒപ്പം സെഞ്ചുറി 3, അർദ്ധ സെഞ്ചുറി 26, ഉയർന്ന സ്കോർ 119, ബൗണ്ടറി 379, സിക്സ് 219, ക്യാച്ച് 86, സ്റ്റംപിങ് 17. ക്യാപ്റ്റൻസി റെക്കോർഡ് മത്സരം 67, 33 ജയം, 33 തോൽവി, ഒരെണ്ണം ഫലമില്ലാതെ പോയി എന്നുള്ളതും അത് മൊത്തം ഒരു കണക്ക് അതിൽ കാണിച്ചിരിക്കുന്നു. മാധ്യമം പത്രത്തിൻ്റെ വാർത്തകൾ കൂടി പരിശോധിച്ചാൽ ബീഹാറിൽ NDA തേരോട്ടം, അംബോ നിതീഷ് എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ആഘോഷത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയുണ്ട്. NDA 202, മഹാസഖ്യം 34 എന്നുള്ളതാണ് അതിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകൾ. NDAക്ക് 4/3 ഭൂരിപക്ഷം. നിതീഷിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. RJDക്ക് വൻ തിരിച്ചടി. തേജസ്വിയുടെ സ്വപ്നം പൊലിഞ്ഞു. കോൺഗ്രസിന് 6 സീറ്റ് മാത്രം. വൻ തിരിച്ചുവരവുമായി ചിരാഗ് പസ്വാൻ. കളം പിടിച്ച് ഉവൈസി. നിർണായകമായത് വനിതാ ക്ഷേമ പദ്ധതികളും വനിതാ വോട്ടുകളും. വോട്ട് ശതമാനത്തിൽ മുന്നിൽ RJD. വോട്ട് ചോരി ആരോപണവും SIR വിരുദ്ധ ക്യാമ്പയിനും പ്രതിപക്ഷത്തിന് ഫലം ചെയ്തില്ല. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിക്ക് സമ്പൂർണ്ണ പരാജയം. ഇടത് കക്ഷികൾക്കും പ്രഹരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്നലത്തെ സംഭവത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ വിവരങ്ങളും ആ ബുള്ളറ്റ് പോയിന്റുകളിൽ മാധ്യമം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഗ്രാഫ് റെപ്രസെൻറ്റേഷനോടുകൂടി തന്നെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. 2020-ലെയും 2025-ലെ സീറ്റ് നിരകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇന്ത്യ സഖ്യത്തിന് ഈ ഭരണം നഷ്ടമായത്. പക്ഷേ ഇത്തവണ അത് വലിയ ഒരു തിരിച്ചടിയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യ ദിനം 12 പത്രികകൾ ലഭിച്ചു എന്നുള്ളതാണ്. ഇന്നലെയാണ് പത്രിക സമർപ്പിക്കാനുള്ള ആദ്യത്തെ ദിവസം, ഇന്നലെയായിരുന്നു. അങ്ങനെ ഇന്നലെ മുതൽ പത്രിക സമർപ്പണം ആരംഭിച്ചു. ഇന്നലെ മാത്രം 12 പത്രികകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. പ്രതി കുറ്റക്കാരൻ, ശിക്ഷ ഇന്ന് എന്നുള്ളതാണ്. പ്രതി പത്മരാജൻ്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. SIRമായി ബന്ധപ്പെട്ട വാർത്ത ഹൈക്കോടതിയുടെ നിലപാടാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. SIR ഇടപെടാതെ ഹൈക്കോടതി എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടികൾ മാറ്റിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി എന്നുള്ളതാണ്. സുപ്രീം കോടതിയെ സംസ്ഥാനത്തിന് സമീപിക്കാം എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത്. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ വാർത്തകളാണ് ഉൾപേജുകളിൽ നൽകിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളുമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആ ഷാർജ രാജ്യാന്തര പുസ്തകത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വിവരം തന്നെയാണ് അതിൽ നൽകിയിരിക്കുന്നത്. അപ്പം തന്നെ മൂന്നാമത്തെ പേജിലേക്ക് വന്നാൽ 100 കിലോമീറ്റർ അധികം വേഗം 101 ബൈക്കുകൾ പിടിയിൽ. ദുബായ് ട്രാഫിക് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാർത്തയായി നൽകിയിരിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ വളരെ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത നൽകിയിരുന്നു. ജോഗിംഗ് ട്രാക്കുകളിലാണ് ഇത്തരത്തിൽ ജോഗിംഗ് ട്രാക്കുകളിലൂടെയും കാൽനട പാതകളിലൂടെയും ഒക്കെ തന്നെ ഈ ബൈക്കുകൾ അമിത വേഗതയിൽ ഓടിച്ചു എന്നുള്ളതാണ് ഈ കുറ്റകരമായിട്ടുള്ള ഒരു നടപടിയായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 101 ബൈക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ അധികം വേഗതയിൽ ഈ ബൈക്കുകൾ ഓടിച്ചുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. 130 പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വിവിധ കേസുകൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.
പുറ്റിങ്ങൽ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. പുറ്റിങ്ങൽ സ്ഫോടന കേസ് വിടുതൽ ഹർജിയിൽ വിധി ഇന്ന് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചാലക്കുടി MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ എന്നുള്ള ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമം പ്രാദേശിക പേജിൽ നൽകിയിരിക്കുന്നു. പൊതുവൃത്താന്തം പേജിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്ലാസ്റ്റിക് PVC ഫ്ലെക്സുകൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഹരിത ചട്ടം പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശമായി കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹരിതചട്ടം കൈപ്പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് കമ്മീഷൻ എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല, ആന്തൂർ നഗരസഭയിലെ ഇടത് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ള ഒരു വാർത്തയും നൽകിയിരിക്കുന്നു. തളിപ്പറമ്പിലാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്രചാരണം തുടങ്ങിയപ്പോഴേക്കും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് മനസ്സിലായത്. ഇതേ തുടർന്ന് ആന്തൂർ നഗരസഭ 6-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ളതാണ് ആ വാർത്ത. കൊച്ചി കോർപ്പറേഷൻ CPI-യിൽ പൊട്ടിത്തെറി, ഡെപ്യൂട്ടി മേയർ പാർട്ടി വിട്ടു എന്നുള്ളതാണ്. KNCA-ആണ് പാർട്ടി വിട്ടത്. ഇന്നലെയും ആ വാർത്ത വലിയ രീതിയിൽ തന്നെ പ്രാദേശിക വാർത്തകളിലൊക്കെ തന്നെയും ഇടം പിടിച്ചിരുന്നു. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളൊക്കെ തന്നെ അത് ദൃശ്യമാധ്യമങ്ങളും ആ വാർത്ത പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു. SIR ഫോം വിതരണം 2 കോടി പിന്നിട്ടു എന്നുള്ള ഒരു വിവരവും നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ പരസ്യ പ്രതിഷേധം, വേങ്ങരയിൽ കയ്യാങ്കളി, വണ്ടൂരിൽ നേതാക്കളെ പൂട്ടിയിട്ടു എന്നുള്ളൊരു വാർത്തയും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവൃത്താന്തം പേജിൽ നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തർക്കത്തെ തുടർന്ന് വേങ്ങരയിലും വണ്ടൂരിലും മുസ്ലിം ലീഗിൽ പരസ്യ പ്രതിഷേധം. വേങ്ങരയിൽ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായത്. വീണ്ടും നിർദ്ദേശങ്ങൾ വലഞ്ഞ് BLOമാർ എന്നുള്ളത് ഒരു വാർത്തയാണ്. നമ്മൾ മാതൃഭൂമിയിലും ആ വാർത്ത, സമാനമായ വാർത്ത കണ്ടിരുന്നു. 1000-ലധികം ഫോമുകൾ വിതരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് അവരെ വലയ്ക്കുന്നത്. യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണം ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ പരാതി പരിശോധിക്കുകയും അവരെ തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പരിഹരിക്കുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പ്രതികരണമാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ നാനാർത്ഥങ്ങൾ എന്നുള്ളതാണ് എഡിറ്റോറിയലായി മാധ്യമം നൽകിയിരിക്കുന്നത്. SIR-ന് പുറമെ വോട്ട് ചോരിയും പ്രതിഫലിച്ചൊരു തെരഞ്ഞെടുപ്പാണിതെന്ന് നിസ്സംശയം പറയാനാകും എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ നിലപാട്. ആഘാതം ദേശ രാഷ്ട്രീയത്തിന് എന്നുള്ളതാണ് അതിൽ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. മറ്റ് ഈ സെൻട്രൽ സ്പ്രെഡ് മുഴുവൻ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിതീഷിന് മീഠാപ്പാൻ എന്നുള്ളതാണ് അതിൽ ഒരു വാർത്തയായി നൽകി. വില്ലനായി SIR എന്നുള്ളത് തന്നെയാണ് മാധ്യമം ഉറച്ചു വിശ്വസിക്കുന്നത്. വോട്ട് ഹാക്കിങ്ങിൻ്റെ അൽഗോരിതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. പൂജ്യനായി പ്രശാന്ത് കിഷോർ. ബീഹാറിലത് ഏറ്റവും മികച്ച പ്രകടനം, കോൺഗ്രസിനെ പരിഹസിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ ഈ നിലപാട് അതുതന്നെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ആര് ചോദ്യം ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ്. തിരിച്ചടിക്ക് പിന്നിൽ ISR എന്ന് അഖിലേഷ് യാദവിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. NDA കുത്തൊഴുക്കിലും ശക്തി തെളിയിച്ച് ഉവൈസി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഡോക്ടർ ഉമറിൻ്റെ വീട് സുരക്ഷാ സേന ബോംബിട്ട് തകർത്തു എന്നുള്ള വാർത്തയുണ്ട്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ ആ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം ഒന്നാം ടെസ്റ്റ് ദക്ഷിണാഫ്രിക്ക സ്പോർട്സ് പേജാണ്. ഒന്നാം ടെസ്റ്റ് ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിങ്സ് 159 പുറത്ത് വിക്കറ്റ് ചോരി എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ബുംറയ്ക്ക് 5 വിക്കറ്റ്, ഇന്ത്യ 37-1 എന്നുള്ള നിലയിൽ ഇന്നലത്തെ വിവരമാണ് അത് നൽകിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ടാക്കിയ 5 വിക്കറ്റ് ബുംറയെ ഇന്ത്യൻ താരങ്ങൾ പവനിയിലേക്ക് മടങ്ങും. ബുംറയെ അഭിനന്ദിക്കുന്ന ചിത്രമാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം വേഗവൈഭവം എന്നുള്ള ഒരു തലക്കെട്ടിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമം. ലോകകപ്പ് യോഗ്യതയിൽ യുക്രൈനെ തുരത്തി ഫ്രാൻസ് കടന്നു എന്നുള്ള ഒരു തലക്കെട്ടിൽ ഫ്രാൻസിൻ്റെ വിജയവും വാർത്ത ഈ തന്നെ നൽകിയിരിക്കുന്നു. ക്രിസ്ത്യാനോയ്ക്ക് ചുവപ്പ് കാർഡ്, പോർച്ചുഗലിന് തോൽവി, സൂപ്പർ താരത്തിന് ലോകകപ്പിലെ ആദ്യ മത്സരം നഷ്ടമായേക്കും എന്നുള്ള കാര്യവും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയപാതാ വിഭാഗം ഉന്നതർ അപകടസ്ഥലം സന്ദർശിച്ചു എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത. അത് അരൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗഡർ അപകടം റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിക്കും എന്നുള്ളതാണ്. കുട്ടിയുടെ വിളി പാഞ്ഞെത്തി.
കുട്ടിയുടെ വിളി പാഞ്ഞെത്തി പോലീസ് വീട്ടമ്മയുടെ ജീവന് രക്ഷ. പെരിങ്ങാവിലെ വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച സ്ത്രീയാണ് രക്ഷപ്പെടുത്തി. തൃശ്ശൂരിലാണ് സംഭവം. സാർ ഒന്ന് വേഗം വീട്ടിലേക്ക് വരണം, എൻ്റെ അമ്മ എന്തോ വിഷമത്തോടെ മുറിയിലേക്ക് കടന്നു, വാതിലടച്ച് തുറക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നു, വേഗം വരണം. വെള്ളിയാഴ്ച രാവിലെ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് ഈ ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം ഇതായിരുന്നു. സ്റ്റേഷനിൽ പരേഡിന് തയ്യാറാകിയായിരുന്ന പോലീസുകാർ ഉടൻ വീട്ടിലേക്ക് ജീപ്പിൽ പാഞ്ഞെത്തി. യാത്രക്കിടയിൽ അവർ പെൺകുട്ടിയോട് കൃത്യമായ ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ പ്രായമായ അച്ഛനും അമ്മയും കുട്ടിയുമാണുള്ളത്. കുട്ടി മുറിയുടെ വാതിൽ മുട്ടി നിന്ന് കരയുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഉടൻ തന്നെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വാതിൽ തകർത്ത് മുറിയിലേക്ക് കയറി. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു മുറിയിൽ. ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച സ്ത്രീയെയാണ് കണ്ടത്. സബ് ഇൻസ്പെക്ടർ ജിനുകുമാറും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷയും ചേർന്ന് സ്ത്രീയെ ഉയർത്തിപ്പിടിച്ചു, അവരെ രക്ഷപ്പെടുത്തി. 3 മണിക്കൂർ ശേഷം അവർ ആശുപത്രിയിലെത്തി. അവരെ 3 മണിക്കൂർ ശേഷം അവർ അപകടനില തരണം ചെയ്യുകയും ചെയ്തു. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. NTV UAE to the world.